എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഇഞ്ചിക്കറിയാണ്. അതെങ്ങനെയെന്ന് നോക്കാം. 400 ഗ്രാം ഇഞ്ചി കഴുകി വൃത്തിയാക്കി ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തത്, കുറച്ച് ഉള്ളി അരിഞ്ഞത്, കുറച്ച് പച്ചമുളക്, വേപ്പില, ഒരു മുറി തേങ്ങ ചിരണ്ടി വെച്ചത്, ആവശ്യത്തിന് പുളി വെള്ളത്തിലിട്ട് വെച്ച്. ഇത് വെച്ച് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അതിന് ആവശ്യമായ കുറച്ച് വെളിച്ചെണ്ണ, ഇഞ്ചിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ച് കോരിയെടുക്കണം. നമ്മൾ ഇഞ്ചി നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇതുപോലെ നല്ല മുരിഞ്ഞിരിക്കണം. കുറച്ച് എണ്ണ മാറ്റി വെക്കാം. ഈ എണ്ണയിലേക്ക് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 ഇല വേപ്പില ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഒരു 2 സ്പൂണ്, മുളക് പൊടി 2 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. ഇത്രയും ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ തേങ്ങയും മല്ലിപ്പൊടി മുളക് പൊടിയും ഒക്കെ നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് നമുക്ക് ചൂടാറിയിട്ട് ഇത് അരച്ചെടുക്കണം. വറുത്ത് വെച്ച ഇഞ്ചി നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇഞ്ചി പൊടിച്ചെടുത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് തട്ടി കൊടുക്കുക. വറുത്ത് വെച്ച തേങ്ങ നമുക്ക് അരച്ചൊന്നെടുക്കണം. വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കണം. തേങ്ങ നല്ലപോലെ അരഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഇഞ്ചി വറുത്ത് കോരിയ വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. 1/4 ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കുക. ഒരു അര ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക. ഉള്ളിയാണ് പറഞ്ഞാൽ മാറിപ്പോയതാണ്. ഇതിലേക്ക് അരിഞ്ഞ് വെച്ച പച്ചമുളക് കൂടി ഇട്ട് നല്ലപോലെ ഇളക്കിയെടുത്ത് കുറച്ച് വേപ്പില കൂടി നമുക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു ഉണക്കമുളക് കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി പൊടിച്ച് വെച്ച് ഇഞ്ചിപ്പൊടിയാണ്, അതൊന്ന് ഇട്ട് ഇളക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് പുളി പിഴിഞ്ഞെടുത്തതാണ്, ആവശ്യത്തിന് പുളി ഒഴിച്ച് കൊടുത്താൽ മതി. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുക. അരച്ച് വെച്ച ചാറൊന്ന് കഴുകി ഒഴിക്കുക. ശർക്കര ഉരുക്കി വെച്ചതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം നല്ല വേണ്ടവർക്ക് കുറച്ച് മധുരം ഇടാം. ഞാൻ കുറച്ച് മധുരം ഇട്ടിട്ടുള്ളൂ. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നു. നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് പാകത്തിന് എടുത്താൽ മതി. തണുത്ത് കഴിയുമ്പോൾ കുറുകി വരും. നല്ല സൂപ്പർ ഇഞ്ചിക്കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.